പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നൈറ്റിക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻവാസ് വെച്ചിട്ടാണ് ഈ നെക്ക് ഡിസൈൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. മടക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു 7 ഇഞ്ചും അതുപോലെ ലെങ്ത്ത് ഒരു 11.5 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അതും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് യു ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് റൈറ്റിലോട്ട് 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ താഴത്തെ ഭാഗത്തുനിന്ന് താഴത്തോട്ടേക്ക് ഒരു 4 ഇഞ്ചിലും ഞാനൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ 2 പോയിന്റും കൂടി യോജിപ്പിച്ചിട്ട് ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. അതൊരു കർവ്ഡ് വി ഷേപ്പാണ് വരിക. അപ്പോൾ അത് കുറച്ച് നീറ്റായിട്ട് വരച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ ഒരു ഷേപ്പാണ് കിട്ടുക. ഇത് നമുക്കിതുപോലെ ഒരു ക്ലോത്തിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിൽ ഒരു 1/2 ഇഞ്ച് മാത്രം ക്ലോത്ത് ബാക്കി വെച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ സൈഡിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ടേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി, ഒട്ടിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഇതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ നെക്ക് വിഡ്ത്ത് വരിക. അതിൻ്റെ ഹാഫ് 3.5 ഇഞ്ചിൽ നമ്മളിവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് താഴത്തോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്കൊന്നും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതുപോലൊരു ലേസ് ഈ നമ്മൾ റെഡിയാക്കി വെച്ച ആ പീസിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചുറ്റും. ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ നമുക്ക് ഈ ലേസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മടക്കുക. എന്നിട്ട് സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് പുറത്തെ സൈഡിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നൈറ്റിയിൽ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഇതാണ്. ഇതിൻ്റെ നല്ല വശമാണിത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് തിരിച്ചിടാം ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റെഡിയാക്കി വെച്ച പീസ് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ കാണിക്കുന്ന ആ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ആ യു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവില്ല. അതിന് ശേഷം നമുക്ക് ആ യു ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനെ നമുക്ക് പിന്നെല്ലാം മാറ്റിയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ചിലൊന്നും തട്ടാതെ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം തിരിച്ച് അപ്പുറത്തോട്ടേക്ക് ഇടാം. ഇതുപോലെ കറക്റ്റായിട്ട് മറ്റേ ഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് ഈ സൈഡിൽ കൂടി നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഞാൻ കാണിക്കുന്ന ഈ 2 മാർക്കിങ്ങിൽ കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഷോ ബട്ടണും കൂടി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. ഇതിൻ്റെ സ്ലീവ്സിൽ ഞാൻ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.